എക്സ് ആൻഡ് വൈ ലേണിംഗ് ഇന്ന് നിങ്ങളുടെ കൂടെ എത്തിയിട്ടുള്ളത് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ്? നമ്മളുടെ കേരള സംസ്ഥാന സർക്കാരും നമ്മളുടെ ജനറൽ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാനതല മെഗാ ക്യൂസ് കോമ്പറ്റീഷനാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്? ആർക്കെല്ലാം ഇതിൽ പങ്കെടുക്കാൻ പറ്റും? സോ നമ്മളുടെ യുവതലമുറകളിൽ ഒരു വികസന ചരിത്രത്തെക്കുറിച്ചുള്ള അറിവും കൂടാതെ തന്നെ സാമൂഹിക ബോധവും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ളത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആർക്കെല്ലാം ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റും? നമ്മുടെ സംസ്ഥാനത്തുള്ള 8 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടാതെ തന്നെ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഇത് രണ്ടും പ്രത്യേക മത്സരങ്ങളായിട്ടാണ് നടത്തുന്നത്. ഇനി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ മത്സരാർത്ഥികൾക്കും ഓൺലൈൻ ത്രൂ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ വിജയികൾക്ക് മെമന്റോയും പ്രശസ്തി പത്രവും ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മളുടെ മത്സരക്രമം എന്നുള്ളതാണ്. സ്കൂൾ തലത്തിൽ സ്കൂൾ, വ്യക്തിഗതമായിട്ടും വിദ്യാഭ്യാസ ജില്ല, പിന്നീട് സംസ്ഥാനം എന്നീ 4 ഘട്ടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അതേസമയം കോളേജിലാവട്ടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കോളേജ്, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെയാണ്. ഇനി എന്താണ് ഇതിൻ്റെ സമ്മാനങ്ങൾ എന്നുള്ളതാണ്. മത്സര വിദ്യാർത്ഥികൾക്ക് വമ്പിച്ച സമ്മാനമാണ് നമ്മളുടെ കേരള സംസ്ഥാന സർക്കാർ നമുക്ക് വേണ്ടി തരുന്നത്. സ്കൂൾ തലത്തിലാവട്ടെ 1ാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. 2ാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് 3 ലക്ഷവും 3ാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് 2 ലക്ഷം രൂപയുമാണ്. കോളേജ് തലത്തിലാവട്ടെ 1ാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് 3 ലക്ഷവും 2ാം സമ്മാനമായി ലഭിക്കുന്നത് 2 ലക്ഷവും 3ാം സമ്മാനമായി ലഭിക്കുന്നത് 1 ലക്ഷം രൂപയുമാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്രയൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എന്നുള്ളത് കാണാം. കടുപ്പമേറിയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യൂസ് മത്സരം തന്നെയാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് എന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. കൂടാതെ തന്നെ കേരളത്തിന്റെ എല്ലാ വികസന നേട്ടങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ പങ്കുചേരുക. കൂടാതെ തന്നെ ഒരുപാട് മികച്ച സമ്മാനങ്ങൾ, ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാക് അക്രഡിറ്റേഷനിൽ A++ ഗ്രേഡ് നേടിയ കേരളത്തിലെ സർവകലാശാലകൾ ഏവ? കേരള സർവകലാശാല, MG സർവകലാശാല. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ജല ബജറ്റ്, വാട്ടർ ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? നമ്മുടെ കേരളം തന്നെയാണ് ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം. 2025 ഒക്ടോബറിലെ കണക്കനുസരിച്ച് ജലജീവൻ മിഷൻ വഴി കേരളത്തിൽ എത്ര ഗ്രാമീണ വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകി? 38.72 ലക്ഷമാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? അഞ്ചരക്കണ്ടി, കണ്ണൂരിലാണ്. KSRTC ആരംഭിച്ച വർഷം ഏത്? 1938 ആണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ പേരെന്താണ്? അതിദാരിദ്ര്യ മുക്ത കേരളം എന്നാണ് പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? JC ഡാനിയൽ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ ഏത്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? V നാരായൺ ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച വർഷം ഏത്? 1998 ആണ്. കേരളത്തിൽ ജനമൈത്രി പോലീസ് പദ്ധതി ആരംഭിച്ച വർഷം 2008 ആണ്. ഹരിത കേരള മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2016 ആണ്. മാലിന്യത്തിന്റെ ഉറവിടം മുതൽ സംസ്കരണം വരെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഹരിതമിത്രം ആപ്പ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പിനായി ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ പേരെന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ, അതാണ് ക്യാമ്പയിനിന്റെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ശൈലി എന്നാണ് പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അർബുദ രോഗ നിയന്ത്രണത്തിനായി സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേര്? ആനന്ദം ആരോഗ്യം, അകറ്റാം അർബുദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ഇന്ത്യയിലെ ടൈഗർ റിസർവുകളിൽ 1ാം സ്ഥാനം നേടിയത് ഏത്?
പെരിയാർ ടൈഗർ റിസർവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ച സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് വരുന്നത്? തൃശ്ശൂരിലുള്ള പുത്തൂരാണ് സുവോളജിക്കൽ പാർക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KSRTC ബസ്സുകളിൽ ടിക്കറ്റ് നൽകാൻ ഉപയോഗിക്കുന്ന മെഷീന്റെ പേര് എന്താണ്? ആൻഡ്രോയിഡ് ടിക്കറ്റിംഗ് മെഷീൻ, ATM എന്നാണ് അതിന്റെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻസർ രോഗികൾ KSRTCയിൽ നൽകുന്ന സൗജന്യ യാത്രാ കാർഡിന്റെ പേരെന്താണ്? ഹാപ്പി ലോങ് ലൈഫ് കാർഡ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദിവാസി ഗോത്ര മേഖലകളിൽ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി, ഉന്നതങ്ങളിലെ വൈദ്യുതീകരണം എന്നാണ് ആ പദ്ധതിയുടെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? കേരള സർക്കാരാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന മിഷൻ ഏതാണ്? ഹരിത കേരളം മിഷൻ തന്നെയാണ് വരുന്നത്. ആൻഡ് കേരളത്തിലെ ആദ്യത്തെ IT ഹബ് എവിടെയാണ്? ടെക്നോ പാർക്കാണ് IT ഹബ്ബായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തരിശുഭൂമിയിൽ സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിക്കുന്ന ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? പച്ചത്തുരുത്ത് എന്നാണ് പദ്ധതിയുടെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ സമ്പൂർണ്ണ ഖരമാലിന്യ മുക്ത പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയ മിഷൻ ഹരിത കേരളം മിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2016 16.49 മെഗാവാട്ട് ആയിരുന്ന കേരളത്തിന്റെ സൗരോർജ്ജ ശേഷി 9 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് ആയിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് 1929 മെഗാവാട്ട് ആയിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങളുടെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് കോമ്പറ്റീഷനിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ പാർട്ട് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.